സ്വീഡനിൽ ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് കൊളസ്ട്രോൾ ഇസ് ദ മോളിക്യൂൾ ഓഫ് ലൈഫ് എന്നാണ്. ദീർഘകാലം ആരോഗ്യത്തോടു കൂടെ ജീവിച്ച വ്യക്തികളെ സംബന്ധിച്ച് സ്വീഡിഷ് റിപ്പോർട്ടിൽ പറയുന്നത് അവരുടെ LDL കൊളസ്ട്രോൾ ഹൈ ആയിട്ട് കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. സോ കൊളസ്ട്രോൾ ഇസ് ദ മോളിക്യൂൾ ഓഫ് ലൈഫ്. എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കും? പ്രധാനമായിട്ടും കൊളസ്ട്രോളിന് 6 ധർമ്മങ്ങളാണുള്ളത്. LDL കൊളസ്ട്രോളിന് 6 ധർമ്മങ്ങളാണുള്ളത്. നമ്പർ 1, മൈറ്റോകോൺട്രിയ, കോശങ്ങൾക്കുള്ളിലെ ഊർജം എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയയുടെ ഊർജമാണ് കോശത്തിന്റെ ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ LDL കൊളസ്ട്രോൾ വളരെ ആവശ്യമാണ്. സെക്സ് ഹോർമോൺസ് സച്ച് ആസ് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രഗ്നൻസി ഹോർമോൺ ആയിട്ടുള്ള പ്രൊജസ്റ്റിറോൺ പോലത്തെ ഹോർമോൺസ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ LDL കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. കൊളസ്ട്രോൾ ഈസ് ദ അൺസങ് ഹീറോ ഓഫ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ഇമ്മ്യൂണിറ്റിയുടെ പ്രതിരോധ ശക്തിയുടെ നായകനായിട്ടാണ് കൊളസ്ട്രോളിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. LDL കൊളസ്ട്രോൾ പ്രിവെന്റ്സ് അൽഷൈമേഴ്സ്. LDL കൊളസ്ട്രോൾ is good for nerve health and LDL കൊളസ്ട്രോൾ is very good for cell membrane. കോശങ്ങളുടെ ഭിത്തി എന്ന് പറയും, കോശങ്ങളുടെ കവാടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, കോശങ്ങളുടെ എൻട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം, കോശത്തിന്റെ ഡോർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റാവുന്നതാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. If the cell membrane is healthy, cell is healthy. So LDL കൊളസ്ട്രോൾ is the molecule of life എന്ന് പറയുന്നത് വെറുതെ അല്ല.